പുരുഷന്മാർക്കും വേണമല്ലോ ഫ്രീഡം. അവർക്കും വേണ്ടി ആരെങ്കിലും സംസാരിക്കണമല്ലോ. എനിക്ക് പിന്നെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾക്ക് വേണ്ടിയാ. നിനക്ക് ചോദിക്കാനും പറയാനും ആളില്ലെന്ന് ആരാടാ പറഞ്ഞത്? ആൺപിള്ളേർ ഇങ്ങോട്ട് വളർന്നു വരുമ്പോഴുണ്ടല്ലോ ഈ അച്ഛന്മാർക്ക് ചെറിയൊരു പനിയോ മൂക്കൊലിപ്പോ എന്തിന് മുഖക്കുരു അകാലനര വന്നാലും ആമക്കളെടുത്ത് പറയും വീടിന്റെ ബാധ്യതയൊക്കെ മോനെ നീ വേണോ ഇനി നോക്കാൻ. ചുരുക്കി പറഞ്ഞ കേരളത്തിലെ ഒട്ടുമിക്ക ആൺപിള്ളേരും ബാലേട്ട സിനിമയിലെ ലാലേട്ടൻ നടക്കുന്ന നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. മരിക്കാതെ മരിച്ചോണ്ടിരിക്കുകയാണ് മുത്തശ്ശി ഞാൻ. ഒരു ശരാശരി കേരളീയ പുരുഷൻ അവന്റെ കുടുംബത്തിന്റെ രണ്ടറ്റം തമ്മിൽ ഇതെങ്ങനെ കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പെടാപ്പാടുണ്ടല്ലോ. അതിന് മാത്രം കൊടുക്കണം ഓരോരുത്തർക്കും ഓരോ അവാർഡ്. എന്റെ അമ്മ വരെ പറയുന്നത് ആണാണ് വീടിന്റെ നെടുന്തൂണെന്ന്. 100% ഞാൻ യോജിക്കുന്നു. എന്നിട്ട് ബാങ്കേറി വീട്ടിൽ ജപ്തി നോട്ടീസും കൊണ്ട് വന്നപ്പോ മിണ്ടാതിരിക്കുന്ന എന്റെ അച്ഛന്റെ കിറുക്കിട്ട് കുത്തിയിട്ട് തൂണണക്കൊക്കെ എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറ മനുഷ്യാന്ന്. ഒരു പെങ്കൊച്ചിനെ 30 സെക്കൻഡ് നോക്കിയാ കേസ്. കല്യാണം കഴിഞ്ഞ് കൊച്ചിനെ നോക്കിയില്ലെങ്കിൽ കേസ്. ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കുവല്ലടാ ഫൂൾ. നമ്മുടെ നാട്ടിൽ ആൺപിള്ളേർക്ക് ലഹരി ഉപയോഗിക്കണ പൈസ ഒന്നും വേണ്ട. താടിയും മുടിയും ചുമ്മാ നീട്ടി വളർത്തിയത് നാട്ടുകാർ പറഞ്ഞോളും കൂട്ടിയിട്ട് കത്തിക്കുവാണ്. എന്റെ മനസ്സ് ഇത്ര മനോഹരമായിട്ട് മനസ്സിലാക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? നീ എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ. എവിടെയെങ്കിലും ഒരു മുൻഗണന അവർക്ക് കിട്ടുന്നുണ്ടോ? ബസ്സിൽ കയറിയ 10 സീറ്റിൽ 8 എണ്ണം സ്ത്രീകൾക്ക്, ബാക്കി ആടിത്തെറിച്ച് തെറിച്ചു പോകുന്ന 2 സീറ്റ് പുരുഷന്മാർക്ക്. ഒരു ചെറുപ്പക്കാരൻ സ്വല്പം മദ്യപിച്ച് പറഞ്ഞാൽ അവന് മാത്രം സീറ്റില്ല. ഈ തെറിക്കുന്നതിനിടയ്ക്ക് ഇവർ അറിയാതെ ഏതെങ്കിലും ഒരു സ്ത്രീയോ തട്ടിക്കാൻ അവളുമാര് സഹിക്കോ? പാവത്തുങ്ങൾ എടുത്തിട്ട് ഇടിക്കും. നിങ്ങൾ സ്ത്രീകൾക്ക് എന്തു ആവാലോ. എങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു പുരുഷനെ ഒന്ന് തട്ടി നോക്കും, അവർ സഹിക്കും. അവർക്ക് സഹനശക്തി ഉണ്ട്. പ്രസവവേദനയാണ് ഏറ്റവും വലിയ വേദന. അതൊരു പുരുഷന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ തർക്കിയതില്ലേ രമേശേട്ടാ? കഴിഞ്ഞിടയ്ക്ക് എന്റെ കെട്ടിയോന്റെ കൂട്ടുകാരൻ ഫോൺ വിളിച്ചിട്ടുണ്ടെടാ പെട്ടെന്ന് കൂത്താട്ടുള്ളത്തിന് വരാൻ. വേണ്ടടാ ഇങ്ങനെ നിന്ന നിപ്പില് പാന്റും വലിച്ചേറ്റ് സിബ് ഇട്ടത് എന്റെ പൊന്നു രമേശേട്ടാ. 10 പറ്റ പേറ്റുന്നോ അങ്ങനെ കണ്ണീ കൂടെ പോന്നെ ഞാൻ കണ്ടു. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സമാധാനമൊക്കെ കളയാൻ വേണ്ടിട്ട് ആറ്റം ബോംബൊന്നും ഉണ്ടാക്കണ്ട. വീട്ടിൽ ഇരിക്കുന്ന ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി. ഒരുപാട് ടെൻഷനും സമ്മർദ്ദവും കൊണ്ട് തിളച്ചങ്ങട് മറിയാൻ ഞങ്ങൾ പുരുഷന്മാരുടെ മനസ്സ് ഒരിക്കലത് പൊട്ടിത്തെറിക്കും. അതോടെ ഞങ്ങളുടെ തലയിൽ കയറി ഡാൻസ് ചെയ്യുന്ന സ്ത്രീ എന്ന് പറയുന്ന ഈ വർഗം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് ഭസ്മമായി പോകും.